മിശിഹായിലെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, കഴിഞ്ഞ ആഴ്ച കർത്താവിന്റെ എത്രാമത്തെ പ്രത്യക്ഷപ്പെടൽ നമ്മൾ കണ്ടത്? എത്രാമത്തെ പ്രത്യക്ഷപ്പെടൽ കണ്ടത്? ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടതിന്റെ മൂന്നാമത്തെ പ്രത്യക്ഷപ്പെടലാണ് നമ്മൾ കണ്ടത്. ഇവിടെ യേശു ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത്, ഉത്ഥാനം ചെയ്ത് പ്രത്യക്ഷപ്പെട്ടത് ആർക്കാണ്? മഗ്ദലന മറിയത്തിന്. എന്തുകൊണ്ടാണ് മഗ്ദലന മറിയത്തിന് യേശു പ്രത്യക്ഷപ്പെട്ടത്? നമ്മൾ വായിച്ചു കേട്ടത് 20:11. അതിന് മുമ്പത്തെ ഭാഗം ഒന്ന് വായിക്കാൻ പറ്റുമോ? ആ, 20-ാമത്തെ അധ്യായം 1, 2, 3 വാക്യം വായിച്ചേ. 20. ആ, അവൾ കണ്ടു. യേശു ശിഷ്യനാരാ? യോഹന്നാൻ. യോഹന്നാൻ പത്രോസിനേക്കാളും കൂടുതൽ വേഗത്തിൽ ഓടി. എങ്കിലും അവൻ എന്തുകൊണ്ട് യോഹന്നാൻ അകത്ത് പ്രവേശിക്കാതിരുന്നത്? നമ്മൾ പഠിക്കേണ്ട പാഠമൊക്കെയാ. എന്തുകൊണ്ട് യോഹന്നാൻ അകത്ത് പ്രവേശിച്ചില്ല? ആരെ പ്രവേശിച്ചു? പിന്നെ പ്രവേശിച്ചു. അവിടെ പത്രോസിനാണ് അധികാരം യേശു കൊടുത്തിട്ടുള്ളത്. പത്രോസാണ് നേതാവ്. അപ്പൊ നേതാവ് ആദ്യം കയറട്ടെ എന്ന് പറഞ്ഞിട്ടാണ് യോഹന്നാൻ അവിടെ നിന്നത്. അകത്ത് നോക്കി, പക്ഷെ അകത്ത് പ്രവേശിച്ചില്ല. അവിടെ അധികാരത്തെ അംഗീകരിക്കുക ചെയ്യുന്നത് യോഹന്നാൻ. പത്രോസാണ് ആദ്യം അകത്ത് കയറിയിട്ട് നോക്കിയത്. ഓക്കെ, ഇനി അവസാനത്തെ വാചകം. അപ്പോൾ 8-ാമത്തെ വാക്യം വായിച്ചു. അപ്പോൾ കണ്ടു വിശ്വസിച്ചു. അവിടെ യേശു ഇല്ലാന്ന് കണ്ടു വിശ്വസിച്ചു. ഓക്കെ, അവൻ മരിച്ചതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നു എന്ന് വിശ്വസിച്ചു. മനസ്സിലാക്കിയിരുന്നില്ല. അനന്തരം ശിഷ്യന്മാർ മടങ്ങിപ്പോയി. ഇനി അടുത്ത വാചകം വായിച്ചേ. അപ്പോ സ്നേഹന്മാര് പത്രോസ് യോഹന്നാനും ഓടി വന്നു. അതേ സ്പീഡില് ഓടിപ്പോയി. മറിയ എന്താ ചെയ്തേ? അവള് ഈശോയെ കാണാൻ ഞാൻ പോവില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് കരയാൻ തുടങ്ങി. ആ കരച്ചില് അത് വെറും കരച്ചിലല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് കരച്ചില. സ്നേഹം കൊണ്ടുള്ള, ഈശോയെ കാണുവാനുള്ള സ്നേഹം കൊണ്ടുള്ള കരച്ചിലാണ്. അപ്പൊ ഈ കരച്ചില് അതൊരു നിലവിളിയാ. നമ്മള് ആഹാറ് മരുഭൂമിയിലും കുഞ്ഞും നിലവിളിച്ചപ്പോൾ സ്വർഗം തുറന്ന് അവിടുന്ന് മാലാഖമാരയച്ചതുപോലെ ഇവളുടെ നിലവിളി കേട്ടപ്പോൾ ഈശോ വരാണ് അവിടെ. ഈശോ നമ്മളെ പഠിപ്പിച്ചിരുന്നത്, നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാലേ ഈശോ വരും. പക്ഷെ എന്താ കുഴപ്പം? ഈശോ വന്നിട്ട് മഗ്ദലന മറിയത്തിന് മനസ്സിലായോ?
നമുക്ക് മനസ്സിലാവണില്ല. ഈശോ പലപ്പോഴായിട്ട് നമ്മുടെ അടുത്ത് വരുന്നുണ്ട്, പക്ഷേ നമുക്ക് മനസ്സിലാവണില്ല. ഇനി വായിക്കേ, വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാരെ ഓക്കെ, നിർത്ത്. എന്റെ കർത്താവിനെ വിശ്വാസ പ്രഖ്യാപനം. അതുവരെ യേശു മറിയത്തിന് ആരായിരുന്നു? ഗുരു. അതല്ല അവിടെ മറിയം എന്ന് വിളിച്ചപ്പോൾ ഗുരുവല്ല കേട്ടാ, അവിടെ പിള്ളേർ ചിരിക്കുന്നുണ്ട് ഗുരുവെന്ന് വെച്ചിട്ട്. ഗുരു, റബോനി, എബ്രായ ഭാഷയിൽ റബോനി, ഗുരുവോ എന്ന് പറഞ്ഞത്. തോമാസ് ലീഗ ഈശോ പ്രത്യക്ഷപ്പെട്ട് കണ്ടപ്പോൾ ഗുരു എന്ന് വിളിച്ചേ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, വിശ്വാസ പ്രഖ്യാപനം. ഇവിടെ മാത്രമേ അറിയാം അവിശ്വാസം പ്രഖ്യാപിക്കുക. എന്റെ കർത്താവിനെ അവര് കൊണ്ടുപോയേ. എൻ്റെ കർത്താവിനെ അവർ കൊണ്ടുപോയി. വിശ്വാസ കർത്താവ് എന്നിവ ഇവിടെ പ്രഖ്യാപിക്കുക. അടുത്തത് വായിച്ചേ. അണ്ടാ, ഈശോ അടുത്ത് വന്നിട്ട് മക്തലമേൽ സംസാരിച്ചിട്ട് പോലും ഈശോയാണെന്ന് മനസ്സിലാവണില്ല. അതിന് കാരണമുണ്ട്. മത്തലം പറയത്തിന് ഈശോയെ പരിചയമില്ലാണ്ടാണോ? പരിചയമുണ്ട്. ഉത്ഥാനം ചെയ്ത കർത്താവിനെ അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിലേ ആ വചനത്തിൻ്റെ അഭിഷേകത്താൽ നമ്മൾ ജീവിക്കണം. ഉത്തിതനെ കണ്ട് നമുക്ക് നേരിട്ട് പണ്ടത്തെ പോലെ ജീവിച്ച സമയത്ത് മഗ്ദലേന മറിയം ആ കർത്താവിനെ കണ്ടതുപോലെ ഉത്ഥാനം ചെയ്ത ശേഷം കാണാനായിട്ട് സാധിക്കുന്നില്ല. അതാണ് അമ്മോസിൽ പോയ ശിഷ്യന്മാർക്ക് ഈശോ കൂടെ നടന്നിട്ടും അവർക്ക് തിരിച്ചറിയാനായിട്ട് സാധിച്ചില്ല ഇത് ഈശോയാണെന്ന്. പിന്നെ ആ ആ മറിയം റബോനി, ഗുരുവോ എന്ന് പറഞ്ഞു. ഓക്കെ, നിർത്ത്. യേശുവിൻ്റെ വാക്കുകളാണ്, യേശുവിൻ്റെ വചനമാണ് യേശുവിനെ അനുഭവിക്കാനായിട്ട് നമുക്ക് തിരിച്ചറിവ് വരാം. യേശു വിളിക്കുക മറിയം. യേശുവിൻ്റെ വചനങ്ങളാ, യേശുവിൻ്റെ വാക്കാണ്. അവിടെ മറിയത്തിന് അത് യേശുവാന്ന് തിരിച്ചറിയാനുള്ള ബോധ്യം ഉണ്ടായത്. അപ്പം നമ്മൾ ഇവിടെ മറിയം നമുക്ക് അങ്ങനെ ഒരു പാടുണ്ട്. ഉത്തിതനായ കർത്താവിനെ അനുഭവിക്കണമെങ്കിൽ കർത്താവിൻ്റെ വചനം നമ്മൾ അനുഭവിക്കണം. ഉത്തിതനായ കർത്താവിനെ അനുഭവിക്കണമെങ്കിൽ വചനത്തിലൂടെ ആ ഈശോയെ കണ്ട് നേരിട്ട് തിരിച്ച് സാധ്യമല്ല. അവിടെ മറിയത്തിൻ്റെ വിശ്വാസ കണ്ണുകൾ മാത്രമേ ഉത്തിതനായ കർത്താവിനെ തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. രണ്ടാമത് ദൈവശാസ്ത്രമായി പറയുന്നത് ഈശോയുടെ വേർപാട് അവർക്ക് ഒരുപാട് അസ്വസ്ഥത ഉണ്ടാക്കും, സങ്കടം, ദുഃഖം. നമുക്കറിയാം, നമ്മുടെ അപ്പച്ചനോ അമ്മച്ചിയോ അല്ലെ ഭർത്താവോ ഭാര്യയോ മക്കളോ മരിച്ചു കഴിഞ്ഞാൽ സന്തോഷമുള്ള ഏതെങ്കിലും വ്യക്തി ഇവിടെ ഉണ്ടാ?
ഇല്ല. സ്ത്രീഹന്മാരെ 3 വർഷം കൂടെ നടന്നിട്ട് ഈശോ മരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ആകെ അസ്വസ്ഥതയായി, ഭയമായി. ഇനി എങ്ങനെ ജീവിക്കും? എല്ലാം ഉപേക്ഷിച്ച്, വലയും അഞ്ചും ഉപേക്ഷിച്ച് കർത്താവിടെ ഇറങ്ങി പുറപ്പെട്ടു. ഇനി പുറത്തേക്ക് ഇറങ്ങി തല്ല് കിട്ടുമെന്ന് പേടിയുണ്ട്, കൊല്ലുമെന്ന് പേടിയുണ്ട്. പലപ്പോഴും നമ്മളും ചിന്തിച്ചിട്ടുണ്ടോ, അപ്പം മരിച്ചു ഇനി എങ്ങനെ ജീവിക്കും, ഭർത്താവ് മരിച്ചു ഇനി എങ്ങനെ ജീവിക്കും, ഭാര്യ മരിച്ചു എങ്ങനെ ജീവിക്കും? സ്ത്രീകന്മാരത്ര ചിന്തിച്ചുള്ളൂ. പക്ഷേ ഒരു കർത്താവുണ്ട് നമുക്ക്, ഉത്തിതനായ കർത്താവ്, നമ്മളെ വഴി നടത്തുന്ന. അതുകൊണ്ടാണ് ഈ കർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ അസ്വസ്ഥ വന്നപ്പോൾ കർത്താവ് സ്ത്രീകന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആദ്യം പറഞ്ഞ വാചകം എന്താ? നിങ്ങൾക്ക് സമാധാനം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവണമെങ്കിൽ ഈ ഉത്തിതനായ കർത്താവ് നമ്മൾ അനുഭവിക്കണം. അതാണ് നമുക്ക് സമാധാനപരമായുള്ളൊരു മാർഗം. ഇവിടെ ഉത്തിതനായ കർത്താവിനെ അനുഭവിക്കാനായിട്ട് മറിയം എന്ന് വിളിച്ചപ്പോൾ മറിയത്തിനെ ഉത്തിതനായ കർത്താവിനെ അനുഭവിക്കാനായിട്ട് സാധിച്ചു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നല്ല ഇടയനാണ്, ഇടയൻ ആടുകൾക്ക് വേണ്ടി സ്വജീവൻ അർപ്പിക്കുന്നു. ഇടയൻ, നല്ല ഇടയൻ ആടുകളുടെ പേര് ചൊല്ലി വിളിക്കും. അത് ഇവിടെ അടിവരയിട്ട് ഉറപ്പിക്കുക ചെയ്യുന്നത് ഈശോ നല്ല ഇടയനാണെന്ന്. എങ്ങനെ? മറിയം എന്ന് വിളിച്ചിട്ട്, മറിയം എന്ന് വിളിച്ചിട്ട് ആ പേര് വിളിക്കുമ്പോൾ ആൾക്ക് എന്നെ പൂർണ്ണമായിട്ടും അറിയാം, ആളെന്നെ മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ പേര് വിളിക്കുക, ഇവിടെ നല്ലിടയനാണെന്ന് യേശു അവിടെ സ്ഥാപിക്കുക. എന്നിട്ട് യേശു എന്താ പറഞ്ഞേ? നിർത്ത്. നമ്മൾ ഈ ഭാഗം ഒന്ന് ചിന്തിക്കുന്ന നല്ലതാ. നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കട്ടെ. നിങ്ങൾക്ക് എന്തു തോന്നുന്നു ഈ ഭാഗം വായിച്ചിട്ട്? പറ. യേശു പറയാണ് ഇവിടെ, നമുക്കുള്ള ഭാഗം അത്, നമുക്ക് ഓരോരുത്തർക്കുള്ള ഭാഗ. യേശുവിൻ്റെ മഹത്വീകരണം പൂർത്തിയായ ഇല്ല. കുരിശുമരണം, പീഡാനുഭവം, ഉത്ഥാനം കഴിഞ്ഞിട്ടുള്ളോ? പിന്നെ ഞങ്ങൾ എത്തണം. കറക്റ്റായിട്ട് പറയുന്നുണ്ട്, നീ എന്നെ തടസ്സപ്പെടുത്തരുത്, ഞാൻ ഇതുവരെയും പിതാവിന്റെ അടുത്തേക്ക്. അവിടെ എത്തുമ്പോഴാണ് ആ മഹത്വത്തിന്റെ വഴി പൂർത്തീകരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ തന്നെ പറ. എൻ്റെ അപ്പൻ മരിച്ചു. അപ്പം മരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെ കരഞ്ഞിരിക്കുക, അയ്യോ എന്ന് പറഞ്ഞു. എന്നാലും ആ മനുഷ്യൻ പോയല്ലോ, എനിക്ക് ഇന്നതൊക്കെ ചെയ്തരാന്ന് പറഞ്ഞതാ. പൗലോസ് ലീഗ തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നുണ്ട് 4-ാം അധ്യായത്തിൽ, മരിച്ചവരെ കുറിച്ചിട്ട് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ വിലപിക്കരുതെന്ന്. അങ്ങനെ വിലപിച്ച എന്താ കുഴപ്പം? ഈ പോയവർക്ക് തടസ്സം ഉണ്ടാവില്ലേ? പോയവര് പോയ വഴിക്ക് വിടട്ടെ, അവർ കർത്താവിന്റെ അടുത്ത് എത്തട്ടെ, പിതാവിന്റെ അടുത്ത് എത്തട്ടെ, തടസ്സം ഉണ്ടാക്കരുത്. കൃത്യമായിട്ട് മഗ്ദലന മറിയം വരട്ടെ, നീ എനിക്ക് തടസ്സം നിൽക്കരുത്. കാരണം നീ കരഞ്ഞു വിളിച്ച് അപേക്ഷിച്ചപ്പോഴാ
ഞാൻ അങ്ങോട്ട് വന്നത്, നീ എൻ്റെ വീട്. ദൈവശാസ്ത്രം വേറെ അർത്ഥം പറയുന്നുണ്ട് ഇതിനകത്ത്. നീ പോയിട്ട് നിന്റെ ദൗത്യം നോക്ക്. നീ പോയി എൻ്റെ സഹോദരന്മാരോട് പോയി പറയേ ഞാൻ ഉയർത്തെഴുന്നേറ്റെന്ന്. അതാണ് നീ ചെയ്യേണ്ടത്. എനിക്ക് തടസ്സമായിട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കരുത്. കരഞ്ഞുകൊണ്ട് നിന്നാലേ എനിക്ക് ഇതുവരെ എൻ്റെ പിതാവിൻ്റെ അടുത്ത് പോയിട്ടില്ല. നീ തടസ്സമായി നിൽക്കരുത്. അപ്പം നമ്മൾ കർത്താവോട് കൃത്യം പറയണം, മരണം വേദനയാണ്. അവർ അപരിചിതന്മാർക്ക് അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഉത്തിതനായ കർത്താവിലേക്ക് നോക്കുമ്പോൾ ഒരു സമാധാനം നമുക്ക് നൽകും. കർത്താവിലേക്ക് നോക്കണം. എന്നിട്ട് കർത്താവ് മക്കളോട് പറഞ്ഞ കാര്യം എന്താ? അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. വായിക്ക്. ബെസ്റ്റ് വാചകം, ബെസ്റ്റ്. ഈശോ എന്താ പറഞ്ഞേ? ആരാന്ന് പറഞ്ഞ? ശിഷ്യന്മാരടുത്ത് പോയി പറയാൻ പറഞ്ഞ? ഇല്ല. മുമ്പെന്ന് പറഞ്ഞിരുന്നേ? ശിഷ്യന്മാരെന്ന് പറഞ്ഞിരുന്ന? ഇപ്പോഴാ? ഉത്ഥാനം ചെയ്ത് കഴിഞ്ഞപ്പോഴ് ഈശോ പറയാണ്, എൻ്റെ സഹോദരന്മാരടുത്ത് പറഞ്ഞിട്ട് എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവും, എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും ഒന്ന്. അപ്പൊ ഈശോ ഉത്ഥാനം കഴിഞ്ഞപ്പോൾ സഹോദരന്മാരായി മാറി. ആണ് സ്വർഗത്തിലെ വിശുദ്ധാത്മാക്കൾ നമ്മുടെ സഹോദരങ്ങളാ. സഹോദരനായിട്ട് മാറി. അതുകൊണ്ടാ പറഞ്ഞ അവിടെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കലൊന്നും ഇല്ല എന്നുള്ളത്. ഈശോ പറഞ്ഞ വാചകം ശ്രദ്ധിച്ചേക്കണം. എൻ്റെ സഹോദരന്മാരോട് പോയി പറയുക, ശിഷ്യന്മാരോട് പോയി പറയുക എന്നല്ല പറഞ്ഞ, എൻ്റെ സഹോദരന്മാരോട് പോയി പറ, നിങ്ങൾ ഞാൻ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യാൻ അവിടെ ചെയ്യുന്നെന്ന് പറയുക. മഗ്ദലേനയിൽ ചെന്ന് എന്താ പറഞ്ഞ? ഗുരുവിനെ കണ്ടു എന്ന് പറഞ്ഞ, എൻ്റെ കർത്താവിനെ ഞാൻ കണ്ടു. അവിടെ മറിയാം ഒരു വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നുണ്ട്. ഞാൻ കർത്താവിനെ കണ്ടു എന്ന് പറയുമ്പോൾ അത് മലയാളത്തേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ വന്ന വ്യത്യാസ. കണ്ടു എന്നല്ല ശരിക്കത്, അനുഭവിച്ചു. ഇതേ സെയിം വാചകം ഞാൻ വേണമെങ്കിൽ ആ വാചകം എടുത്ത് പറഞ്ഞുതരാം. കിരിയോസ് എന്ന ഗ്രീക്ക് പദമാണ്. ഉത്തിതനായ കർത്താവിനെ കണ്ടു, അനുഭവിച്ചറിഞ്ഞു. അതിൻ്റെ അർത്ഥം, കിരിയോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഉത്തിതനായ മിശിഹായെ ഞാൻ അനുഭവിച്ചറിഞ്ഞു എന്നാണ്. അത് മലയാളത്തിലേക്ക് വന്നപ്പോൾ അത് ഗ്രീക്ക് പദമാണ് കിരിയോസ് എന്നുള്ളത്. ഇതേ സെയിം പദമാണ് ആരുപയോഗിച്ചിട്ടുള്ളത്? തോമാസ് ലീഹ. അവിടെ കാണാതെ എന്ന് പറഞ്ഞാൽ ആ കാഴ്ച അല്ല ഉദ്ദേശിക്കുന്നത്, അനുഭവിക്കുക. കാണലല്ല, അനുഭവിക്കുക. ഇന്ന് ഈ കുഞ്ഞുമക്കള് ഇവര് 2 ആഴ്ച മുപ്പാട് ഈശോയെ കാണലല്ല, ഈശോയെ കിരിയോസ്, കണ്ണോട് കാഴ്ചയല്ല, ഹൃദയം കൊണ്ട് അനുഭവിക്കില്ല. ഈ ആദ്യ കുർബാന സ്വീകരണം കഴിയുമ്പോൾ ഇവരെ ഈശോയെ കിരിയോസ് അനുഭവിച്ചു, കർത്താവിനെ അനുഭവിച്ചു. ആ ഒരു സന്തോഷം വേറെയാ. ഒരാഴ്ച വെള്ളം കുടിക്കാതെ, വെള്ളറക്കാതെ ഒരു ഗ്ലാസ് വെള്ളം കിട്ടുമ്പോൾ, തൊണ്ട വരേണ്ട ഗ്ലാസ് വെള്ളം കിട്ടുമ്പോൾ ആ കിട്ടുന്നൊരു അനുഭവമുണ്ട്, ഒരു സംതൃപ്തിയുണ്ട്, ഒരു ആശ്വാസമുണ്ട്. അതുപോലെയാ ദഹത്തോടെ കർത്താവിനെ കണ്ടു. കിരിയോസ് എന്ന ഗ്രീക്ക് പദം. തോമാസ് ലീഗ അവിടെ ഉപയോഗിച്ചുള്ള കിരിയോസ് എന്ന പദം. എൻ്റെ കർത്താവിനെ കണ്ട്, അവിടെയും കാണാതെ
എന്ന് കാണാതെ പറയുന്നുണ്ട്. പക്ഷെ കർത്താവിനെ അനുഭവിക്കലാണ് അവിടെ. തോമസ് ലീഹ അനുഭവിച്ചു, മഗ്ദലേന മറിയം അനുഭവിച്ചു. നമ്മളും ഓരോ പരിശുദ്ധ കുർബാനയിലും കിരിയോസ് കർത്താവിനെ അനുഭവിക്കുന്നു. അതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ടും ഈ പരിശുദ്ധ കുർബാനയിൽ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഉത്ഥിതനായ കർത്താവിനെ അനുഭവിക്കാനായിട്ട് ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ടും ആസ്വദിച്ച് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.